ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോക പരിസ്ഥിതി ദിനം PSCയിലും അതുപോലെ സ്കൂൾ കോമ്പറ്റീഷനുകളിലും ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക. 2022 ലോക പരിസ്ഥിതി ദിന സന്ദേശം. ഉത്തരം ഒരേയൊരു ഭൂമി. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം സ്വീഡൻ. 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം പാകിസ്ഥാൻ. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് എന്ന്? ഉത്തരം 1974 ജൂൺ 5. ആദ്യത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഉത്തരം ഒരു ഭൂമി മാത്രം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റേച്ചൽ കാൾസൺ. നാഷണൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം? 1986. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാരാണ്? റേച്ചൽ ലൂയിസ് കാൾസൺ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് ഏത് വർഷം? 1986. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം? നെയ്റോബി. WWF എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഒരു ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത്? ഉൽപാദകരിൽ നിന്ന്. നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്നത്? നീലഗിരി. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാൻ രൂപീകരിച്ച ഉദ്യാനം ഏത്? ഗീർ ദേശീയോദ്യാനം. സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതാര്? സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതായിരുന്നു? ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം. പ്രൊഫസർ ജോൺ C. ജേക്കബിൻ്റെ ആത്മകഥ ഏതാണ്? ഹരിതദർശനം. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? ആറളം വന്യജീവി സങ്കേതം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പ്രൊഫസർ R. മിശ്ര. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഇടുക്കി. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ? വയനാട്. കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങളുണ്ട്? 5. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം തെന്മല. കണ്ടൽ ചെടികളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം? ഹോർത്തൂസ് മലബാറിക്കസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.